റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല വനഭൂമിയാണ്. മണച്ചാലിലേക്ക് വരുമ്പോൾ നല്ല തണുത്ത അന്തരീക്ഷമാണ്, തണുപ്പുള്ള സമയവുമാണ്. പിന്നെ തണുത്ത കാലാവസ്ഥ കൂടുതലായിട്ട് അനുഭവപ്പെടും. മൂന്നാറ് കാലാവസ്ഥയൊക്കെ ആയിരിക്കും. ഒരുപാട് വണ്ടികൾ പോകുന്ന കാണുന്നത് ഈ ടൂറിസ്റ്റ് വണ്ടികളാട്ടോ. കണ്ടോ ടൂറിസ്റ്റ് പോകുന്നത്, ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി. ഇവിടെ ഇറങ്ങാല്ലേ, ഇവിടെ ഇറങ്ങാം, ഇറങ്ങിയെടുക്ക. വണ്ടി അപ്പുറം കൊണ്ട് നിർത്തുന്നു. ബോട്ടുകൾ കൂടി യാത്ര ചെയ്താലും. അപ്പ ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിൽ ചാടിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചാടിയിട്ടുണ്ട്, വലിയ ആഴമുള്ള വെള്ളം. ഇവിടെ നിർത്തതില്ലേ, ഞാൻ അറ്റത്ത് ഞാൻ നിർത്തിക്കൂടെ. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഇവിടെയും സ്ഥലത്ത്. കർണാടകത്തിൽ നിന്ന് വന്ന നമ്മുടെ ഗസ്റ്റുകളാണ് കേട്ടോ ഇവരെല്ലാവരും. ഇവിടെ നമ്മുടെ മൂന്നാറും ആനച്ചാലും ഒക്കെ കണ്ട് അവിടെയൊക്കെ ടൂറിസ്റ്റായിട്ട് വന്നിരിക്കുന്നവരാണ്. ഹരികൃഷ്ണൻ ഫാമിലി ആയിട്ടാണോ വന്നത് അതോ ഫാമിലി ഓർ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്. ഒഴുക്കുള്ളതുകൊണ്ട് ഇപ്പം ബോട്ട് സർവീസൊക്കെ തൽക്കാലികമായിട്ട് നിർത്തിവെച്ചെന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ബോട്ട് സർവീസ് ഉള്ളതാണ് ഇവിടെ. ബോട്ട് കണ്ടാ കിടക്കുന്നത്. വണ്ടികളായി വിനോദസഞ്ചാരികൾ കാണുന്നല്ല അതാട്ടോ. ഇത് സെങ്കുളത്തെ പാർക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇതിലെ വന്ന് ബോട്ടിംഗ് സർവീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ബോട്ട് ഒക്കെ കയറാനും ഒക്കെ ആയിട്ട് പാർക്കാണ്. ഇവിടെ വന്നിരിക്കാനും നല്ല അന്തരീക്ഷമാണ് ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പം. രണ്ട് വിനോദസഞ്ചാരികൾ ഏവരെ ആകർഷിക്കുന്നൊരു സ്ഥലമാണിത്.
നമ്മളിവിടെ വെൻഡിങ് മെഷീൻ കണ്ടു. പൈസയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് എടുക്കാൻ പറ്റും.